വീണ്ടും വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുടയിൽ സ്കോർപിയോ കാർ മോഷ്ടിക്കുവാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം മുളന്തുരുത്തി ആരാങ്കുന്ന് കരുതലക്കൽ രതീഷിനെയാണ് ഇരിങ്ങാലക്കുട എസ്ഐ അനിൽ ടി മേപ്പള്ളിയും സംഘവും പിടികൂടിയത്. ബുധനാഴ്ച രാത്രി പുല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപത്ത് വെച്ച് പോലീസിനെ കണ്ട് ഓടാൻ ശ്രമിച്ച ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന 4 പേർ ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടു. രതീഷിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇരിങ്ങാലക്കുട പുറത്തുകാരൻ സോണിയുടെ സ്കോർപിയോ കാറിന്റെ ചില്ല് തകർത്ത് മോഷണം ചെയ്യുവാൻ ശ്രമിച്ചത് ഇയാളും കൂട്ടരുമാണെന്ന് തെളിഞ്ഞു. പുല്ലൂരിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ മോഷണം നടത്തുവാൻ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. രതീഷ് നേരത്തെ മൂവാറ്റുപുഴയിൽ വെച്ച് മോഷണ കേസിലും പിടിയിലായിട്ടുണ്ട്. രക്ഷപ്പെട്ടവരെ കുറിച്ച് അന്വേഷിക്കുന്നതിന് ഇരിങ്ങാലക്കുട CI TS സിനോദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ യൗവനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും മുമ്പ് തന്നെ കുടുംബഭാരം പേറുന്ന യുവാവ് അധ്വാനിക്കുന്നത് 17 മണിക്കൂർ. കളിച്ചും ഉല്ലസിച്ചും കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ക്ഷണിക്കാത്ത അതിഥിയെപ്പോലെ കുടുംബത്തിലെത്തിയ രോഗവും ദുരിതവും നിമിത്തം തന്റെ ജീവിതം ഉറ്റവർക്ക് വേണ്ടിയെന്ന് സ്വയം തീരുമാനിക്കുകയായിരുന്നു ഈ 19-കാരൻ. കൈപ്പമംഗലം 12 കിഴക്ക് ഭാഗത്ത് പുതിയ വീട്ടിൽ സിദ്ദിഖ് റഷീദ ദമ്പതികളുടെ ഏക മകൻ അൻവറാണ് രോഗികളായ മാതാപിതാക്കൾക്കും സഹോദരിക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുന്നത്. പുലർച്ചെ 5-ന് തുടങ്ങുന്ന അൻവറിന്റെ ഓട്ടം രാത്രി 10 മണി കഴിഞ്ഞാണ് അവസാനിക്കുക. 12-ലെ പത്രം ഏജന്റ് സുരേന്ദ്രന്റെ പത്രങ്ങൾ വിതരണം ചെയ്യലാണ് ദിവസത്തെ ആദ്യത്തെ ജോലി. പത്രങ്ങൾ ശേഖരിച്ച് പുലർച്ചെ 5:30 കൊപ്രക്കളം ചിറക്കൽ പള്ളി ഭാഗങ്ങളിൽ വിതരണം ചെയ്ത് 7:30 വീട്ടിൽ തിരിച്ചെത്തും. ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ നേരെ പോകുന്നത് വീടിന് സമീപത്തെ ബേക്കറിയിലേക്കാണ്. ഇവിടെ കട്ട്ലറ്റുകൾ നിർമ്മിക്കുന്നതിനും പാക്ക് ചെയ്യുന്നതിനും സഹായിക്കുകയാണ് പണി. 9 മണിയോടെ വീട്ടിലെത്തി 9:30 തന്നെ പെരിഞ്ഞനത്തെ കേബിൾ വിഷനിൽ എത്തും. കേബിൾ ജോലിക്കാരോടൊത്ത് സഹായിയായി പണിയെടുക്കുന്ന അൻവർ വൈകിട്ട് വീട്ടിലെത്തുന്നത് 5:30. വീണ്ടും അപ്പൂസ് ബേക്കറിയിലെത്തുന്ന യുവാവ് 10 മണി കഴിഞ്ഞാണ് വീട്ടിൽ തിരിച്ചെത്തുക. പ്രഭാതത്തിൽ ഉറക്കത്തിന്റെ പുളിപ്പ് മാറാത്ത കണ്ണുകളുമായി വീണ്ടും പത്രവിതരണത്തിലേക്ക്. 4 വർഷം മുൻപ് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞതോടെയാണ് അൻവറിന്റെ ജീവിതം തിരക്കിലേക്ക് വഴുതി മാറിയത്. ഉമ്മ റഷീദയുടെ ഇരുവൃക്കകളും തകരാറിലാണെന്ന് അറിഞ്ഞതോടെ കുടുംബത്തിന്റെ ഭാരം താങ്ങാൻ 10ൽ ജയിച്ച അൻവർ പഠിത്തം ഉപേക്ഷിക്കുകയായിരുന്നു. കൈപ്പമംഗലം ബോർഡിൽ ചെറിയ ചായക്കട നടത്തിയിരുന്ന പിതാവ് സിദ്ദിഖ് സ്വതവേയുള്ള പ്രമേഹ രോഗത്തിന് പുറമെ പ്രഷർ, കൊളസ്ട്രോൾ രോഗത്തിന്റെ കൂടി അടിമയായത് പെട്ടെന്നായിരുന്നു. ചായക്കടയും പൂട്ടിയതോടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവനും ഈ യുവാവിന്റെ തലയിലായി. നിരവധി ചികിത്സകൾ ചെയ്തിട്ടൊടുവിൽ എറണാകുളം ലിസി ആശുപത്രിയിൽ അൻവറിന്റെ ഉമ്മയ്ക്ക് ആഴ്ചയിൽ ഒരു തവണ ഡയാലിസിസ് ചെയ്യണം. അനുബന്ധ ചെലവുകളടക്കം 3500 രൂപയാണ് ഒരു പ്രാവശ്യത്തെ ചെലവ്. പിതാവിന്റെ മരുന്നിനും സഹോദരിയുടെ പഠനത്തിനും കുടുംബത്തിന്റെ നിത്യവൃത്തിക്കും പിന്നെയും വേണം ആയിരങ്ങൾ. ഈ അവസ്ഥയാണ് 19-കാരനെ 17 മണിക്കൂർ അധ്വാനിക്കുവാൻ നിർബന്ധിക്കുന്നത്. അൻവറിന്റെ അധ്വാനവും കുടുംബത്തിന്റെ അവസ്ഥയും കണ്ടറിഞ്ഞ് നാട്ടുകാരും കഴിവതും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കാര്യങ്ങൾ തട്ടിമുട്ടി പോകുന്നതെന്ന് അൻവറിന്റെ പിതാവ് സിദ്ദിഖ് പറയുന്നു. ചെറുപ്പത്തിലെ തന്നെ കുടുംബ പ്രാരാബ്ദം തലയിലേറ്റിയ മകനെ കുറിച്ച് പറയുമ്പോൾ കണ്ണു നിറയുന്ന മാതാപിതാക്കൾക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ: അവന് ഒരാപത്തും സംഭവിക്കരുതേ എന്ന്. സ്വന്തമായി വഴിയില്ലാത്ത ഓടുവീട്ടിലേക്ക് അയൽവാസികളുടെ കാരുണ്യം കൊണ്ടാണ് ഇവർക്ക് സഞ്ചരിക്കാനാവുന്നത്. കടങ്ങൾ അനവധിയുണ്ടെങ്കിലും അവസ്ഥയറിഞ്ഞ് ആരും ചോദിക്കാൻ വരുന്നില്ല എന്നതാണ് ഏക ആശ്വാസം എന്ന് അൻവറിന്റെ ഉമ്മ റഷീദയും പറയുന്നു. മതിലകം കളരിപ്പറമ്പ് മണ്ടത്ര ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഭദ്രകാളി പ്രതിഷ്ഠയും ഉത്സവവും ഫെബ്രുവരി 19 മുതൽ 27 വരെ തീയതികളിൽ നടക്കും. 19-ന് വൈകിട്ട് 4 മണിക്ക് താഴികക്കുടം പ്രതിഷ്ഠ, 20-ാം തീയതി പുലർച്ചെ മഹാഗണപതി ഹോമം, 9-ന് ഭദ്രകാളി ദേവി പ്രതിഷ്ഠ, തുടർന്ന് ഉപദേവന്മാരുടെ പുനഃപ്രതിഷ്ഠ, 22-ാം തീയതി രാവിലെ വിശേഷാൽ പൂജകൾ, 25-ാം തീയതി രാത്രി 10 മണിക്ക് യക്ഷിക്കളം, 26-ാം തീയതി രാവിലെ 11 മണിക്ക് നാഗക്കളം, രാത്രി 10 മണിക്ക് ഭൂതക്കളം, 27-ന് രാവിലെ 9 മണിക്ക് എഴുന്നള്ളിപ്പ്, തുടർന്ന് പ്രസാദഊട്ട്, വൈകിട്ട് 3:30-ന് കാഴ്ചശീവേലി എന്നിവയാണ് പ്രധാന പരിപാടികൾ. പുളിമുട്ടം തായ്വള്ളിയിൽ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, അഭിഷേകം, നിവേദ്യം, കലശാഭിഷേകം, പന്തീരടി പൂജ, ശീവേലി, വൈകിട്ട് 3 ഗജവീരന്മാർ അണിനിരന്ന കാഴ്ച ശീവേലി എന്നിവ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. രാത്രി നാദസ്വര കച്ചേരി, തായമ്പക, അത്താഴപൂജ, നാടകം എന്നിവയും ഉണ്ടായിരുന്നു.
പ്രസിദ്ധമായ എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേല വെള്ളിയാഴ്ച ആഘോഷിക്കും. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന കാഴ്ചശീവേലിയിൽ 9 ഗജവീരന്മാർ അണിനിരക്കും. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറും. രാത്രി നൃത്തമഞ്ജരി, തായമ്പക, എഴുന്നള്ളിപ്പ്, പട്ടാഭിഷേകം, കൂത്ത് എന്നിവയും അരങ്ങേറും. ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഉമ്പായി അവതരിപ്പിച്ച ഗസൽ നിശ ആസ്വാദകർക്ക് നവ്യാനുഭവമായി. അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നുപോയോ, ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും കറിച്ചട്ടി ചിരട്ടയായി മുരിങ്ങാപ്പൂ പറിച്ചിട്ട്, കറിച്ചട്ടി ചിരട്ടയായി മുരിങ്ങാപ്പൂ പറിച്ചിട്ട്, കറി വച്ച് കളിച്ചതും മറന്നുപോയോ, കറി വച്ച് കളിച്ചതും മറന്നുപോയോ, ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും शफी कहीं जिक्रे फिरा, वो तेरा रो रुलाना, हम तकराशुती का ज़माना, चुपके रात दिन आंसू बहाना വീണ്ടും പ്രധാന വാർത്തകൾ. പാലിയേക്കര ടോൾ സമരക്കാരെ ലാത്തിച്ചാർജ് ചെയ്തതിലും അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ തീരദേശത്ത് ഭാഗികം. വലപ്പാട് ബീച്ചിൽ നിയന്ത്രണം തെറ്റിയ മത്സ്യബന്ധന ബോട്ട് കരയിലേക്ക് ഇടിച്ചുകയറി. ഇരിങ്ങാലക്കുടയിൽ സ്കോർപിയോ കാർ മോഷ്ടിക്കാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.